ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഡെയിലി ലൈഫ് വിത്ത് മീ അനുലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി പനീർ ബുർജിയാണ് കേട്ടോ. നമ്മളെല്ലാവരുടെ വീട്ടിലും പാല് പിരിഞ്ഞ് പോകാറുണ്ട് അല്ലേ. അപ്പോൾ പാല് പിരിയണ ദിവസങ്ങളിൽ അത് കളയാതെ അരിച്ച് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പനീർ ബുർജി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഞാനൊന്ന് ഓഫ് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ചെറുതായി കട്ടകളുണ്ട്, അപ്പോൾ അത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓയിൽ ഒഴിച്ചതും ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ എരിവ് വേണമെങ്കിൽ പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കശ്മീരി എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെ ആയാലും എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ പാവ് ഭാജി മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാവ് ഭാജി മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ലാസ്റ്റിൽ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടത് അതായാലും മതി. പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു, കരിഞ്ഞു പോകാതിരിക്കാൻ. നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഈ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും, പുളിച്ചു പോകും കറി. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാലയും കൂടിയും ചേരുമ്പോൾ നല്ലൊരു ചട്പട്ട ടേസ്റ്റ് ഉണ്ടാവും അതിന്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ പാൻ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് വേറെ ഒരു പാൻ വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ 3 ടീസ്പൂൺ ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കണം. ബട്ടറും കൂടിയും ചേർക്കുമ്പോൾ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും കറിക്ക്. എന്നിട്ട് അതിലേക്ക് ഒരു ബേ ലീഫ് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാളയുടെ കളർ മാറി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നടുവ് കീറി ഇതുപോലെ ഇട്ട് കൊടുക്കാം. പനീർ അത് 2 പാക്കറ്റ് പാല് പിരിഞ്ഞതിൻ്റെ പനീറുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ പിരിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ അരിപ്പയിൽ വെച്ചിട്ട് ഒരു പാത്രം താഴെ വെച്ച് കൊടുക്കുക, വെള്ളം പോകാൻ എക്സസ് ആയിട്ടുള്ള. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ സവാളയും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കണം. അപ്പോൾ ഞാൻ അതേ പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ഗ്രേവിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഗ്രേവിയിൽ കുറച്ചും കൂടി ആവശ്യം വരും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച പനീറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വലിയ വലിയ ചങ്ക്സ് കട്ടകൾ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാല്, പശുവും പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ടത് തിളച്ച് ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് കറി നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വറ്റി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 പിടി മല്ലിയില ചെറുതായി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കണം. നോർത്ത് ഇന്ത്യൻ ഡിഷുകളിൽ ലാസ്റ്റ് ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഭയങ്കര ഒരു ഫ്രഷ്നെസ്സാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ 1 പിടി സവാള ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നമുക്കതൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പൈസി പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റൊട്ടിയുടെയും നാനിൻ്റെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയായാലും ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.